രണ്ട് കുടുംബത്തിലെ പ്രതീക്ഷകളായിരുന്ന രണ്ട് ചെറുപ്പക്കാരെ ഒരു പാർട്ടി, ഭരിക്കുന്ന പാർട്ടി ഗൂഢാലോചന നടത്തി കൊന്ന കേസാണ്. ഗൂഢാലോചന നടത്തുക മാത്രമല്ല, കൊല്ലേണ്ടവരാരെയാണ്, കൊല്ലുന്നവരാരാണെന്ന് പാർട്ടിയാണ് തീരുമാനിച്ചത്. കൊന്നു കഴിഞ്ഞിട്ട് ആയുധങ്ങൾ എവിടെയാണ് ഒളിപ്പിക്കേണ്ടതെന്ന് പാർട്ടിയാണ് തീരുമാനിച്ചത്. ഈ പ്രതികളെ എവിടെയാണ് ഒളിപ്പിക്കേണ്ടതെന്ന് പാർട്ടിയാണ് തീരുമാനിച്ചത്. പാർട്ടി ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് പ്രതികളെ രക്ഷപ്പെടുത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് CPM തന്നെയാണ്. അവിടെ പരാജയപ്പെട്ടപ്പോൾ CBI അന്വേഷണത്തിന് വേണ്ടി കുടുംബം ചെന്നപ്പോൾ ഈ അന്വേഷണം കൃത്യമായി സത്യസന്ധമായി നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കുടുംബം കോടതിയെ സമീപിച്ചപ്പോൾ CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി കോടികൾ നമ്മളെല്ലാം അടയ്ക്കുന്ന നികുതിയിൽ നിന്ന് ചെലവാക്കിയത് CPM ആണ്. ഞാനതുകൊണ്ടാണ് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയേക്കാൾ മോശമാണ് CPM. അവരൊക്കെ ഒറ്റ വെട്ടിനെ കൊല്ലുള്ളൂ, അല്ലെങ്കിൽ ഒരു വെടിക്കേ കൊല്ലുള്ളൂ. ഇതങ്ങനെയല്ല. ഗൂഢാലോചന നടത്തി ആദ്യ അവസാനം ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി ചെറുപ്പക്കാരെ കൊല്ലുന്ന പാർട്ടിയാണ്. അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അത് കേരളമാണ് എന്ന് അവർ മറന്നുപോവാണ്. എന്നിട്ട് അവർ ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അവർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് എങ്ങനെ നീതിന്യായ വ്യവസ്ഥ ശരിയാവും? ഞാൻ നേരത്തെ ചോദിച്ചു, ക്രൈം എന്ന് പറയുന്ന ആർക്കെതിരാണ് ക്രൈം? പീനൽ ലോ അനുസരിച്ചിട്ട് ക്രൈം എന്ന് പറഞ്ഞാൽ ക്രൈം ഒരു വ്യക്തിക്കെതിരെയല്ല. എന്നെ കൊന്നാൽ എനിക്കെതിരെ അല്ല ക്രൈം, സ്റ്റേറ്റിനെതിരെയാണ് ക്രൈം. സ്റ്റേറ്റിനെതിരെയാണ്. നിങ്ങൾ സിവിൽ കേസിൽ പോകുമ്പോൾ നിങ്ങൾ വക്കീലിനെ വയ്ക്കണം അല്ലേ? എന്നെ കൊന്ന എൻ്റെ കുടുംബാംഗങ്ങളല്ല കേസ് നടത്തുന്നത്, സ്റ്റേറ്റാണ് എനിക്ക് വേണ്ടി കേസ് നടത്തുന്നത്. അപ്പോൾ സ്റ്റേറ്റിനെതിരായിട്ടുള്ള ക്രൈമാണ് ഈ കൊലക്കുറ്റം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സ്റ്റേറ്റാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന പ്രതികളെ. വിരോധാഭാസമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്. എന്നിട്ട് കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ് CPM നേതാക്കൾ. കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ്. കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഈ പ്രതികളെ സംരക്ഷിക്കുമെന്നൊരു പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. പാർട്ടി പുറപ്പുറത്ത് നിന്ന് കയറി പ്രഖ്യാപിക്കുകയാണ്. രണ്ട് കുടുംബങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളെ തല്ലി തകർത്ത ക്രൂരമായി രണ്ട് ചെറുപ്പക്കാരെ. ഒരു കാരണമില്ലല്ലോ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവിടെ നടത്തിയെന്നതല്ലാതെ വേറൊരു പ്രശ്നമില്ലല്ലോ. ആ കാരണത്തിൻ്റെ പേരിൽ അവരെ ക്രൂരമായി കൊല ചെയ്തിട്ട് ആ കുടുംബത്തെ അനാഥമാക്കിയിട്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയും നാടിനെയും വെല്ലുവിളിക്കുകയാണ്. നമുക്ക് നോക്കാം, ഇവർ ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് ഇവർക്ക് 14 പേർക്ക് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടുപിടിച്ചല്ലോ. ബാക്കി 10 പേരുടെയും കൂടി കാര്യത്തിൽ കുടുംബത്തിന് താല്പര്യമുണ്ട് കേസ് പോകാൻ, ഞങ്ങൾ എല്ലാ സഹായവും ചെയ്യും. ഇത് അവരുടെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടി ഒരുമിച്ച് നടത്തിയ പോരാട്ടത്തിൻ്റെ ബലമാണ് ഈ കോടതി വിധി. അത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉള്ളൊരു മുന്നറിയിപ്പ് കൂടിയായി മാറണം. എന്നിട്ടും CPM പഠിച്ചിട്ടില്ല എന്നാണ്. ഈ ക്രൂരന്മാരുടെ കയ്യിലാണ് കേരളത്തിൻ്റെ ഭരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഈ കൊലയാളികളുടെ കയ്യിലാണ് കേരളത്തിൻ്റെ അധികാരവും പോലീസും സംവിധാനവും മുഴുവൻ ഇരിക്കുന്നത് എന്ന് കേരളം തിരിച്ചറിയും. ഇത് അവസാന ഘട്ടമാണ്. ഈ അധികാരത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഇവരെ, ഈ ചോര കൊതിയന്മാരെ വലിച്ചെറിയാനുള്ള അന്തിമ പോരാട്ടത്തിന് കൂടി ഞങ്ങൾ തയ്യാറെടുക്കുക. ഞങ്ങളെല്ലാം എന്തു വില കൊടുത്തും ഏത് അറ്റം വരെ പോയിട്ടും ആ കുടുംബത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കും. കാരണം ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഈ സംസ്ഥാനത്ത് ഇതുപോലൊരു അപകടം ഉണ്ടാകാൻ പാടില്ല.